നേരത്തെ യാത്രക്കാരൊക്കെ പലതവണ അവരെ ചോദ്യം ചെയ്തു. ഇങ്ങനെ സ്വയം പരിഹാസ്യരാവരുത് എന്ന് ചില യാത്രക്കാർ അവരോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ സൗജന്യം നിലവിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിലവിൽ ആദ്യഘട്ടത്തിൽ എന്നോണം ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഒരുക്കിയിട്ടുള്ളത് എന്നും അറിയാം. അങ്ങനെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറിയാണ് ഈ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയത്. ആ പ്രതിഷേധത്തെ നാട്ടുകാർ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ബസ് മുന്നോട്ടെടുക്കുകയാണ്. പ്രവർത്തകർ അവിടെ തന്നെ നിലയുറപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബസ് ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റായി പോകാനാവാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പോലീസ് മാർഗം ഇടപെട്ടിട്ടും അതിലൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ സമരത്തെ ചോദ്യം ചെയ്യുകയാണ് ഈ പ്രവർത്തകർ ഓരോരുത്തരും. ഇങ്ങനെ അപഹാസ്യരാവരുത് എന്ന് യാത്രക്കാർ തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. ഒരു യാത്ര തടസ്സപ്പെടുത്തിയിട്ടാവരുത് ഈ തരത്തിൽ സമരം എന്നൊക്കെ പ്രവർത്തകർ ശല്യം ചെയ്യുന്ന ബസ്സിനകത്ത് കയറി ഓഫീസിൽ തന്നെ സമരം ചെയ്യണം. യാത്രക്കാരുടെ കൊണ്ടാക്കിക്കൊണ്ടിരുന്ന അങ്ങോട്ടല്ലേ ബസ്സിനകത്ത് കയറിയല്ല കോപ്പ് കാണിക്കേണ്ടത്. കാണിക്കുന്നത് ഈ പ്രവർത്തകരോട്, പ്രത്യേകിച്ച് സമരക്കാരോട് സമരം ചെയ്യാണ്. എന്തോ സമര യാത്രക്കാരെ ഇതുപോലെ മെനക്കെടുത്തിക്കൊണ്ടാണോ സമരം ചെയ്യുന്നത്? ന്യായമായിട്ട് ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞു. ഫ്രീ കൊടുക്കാൻ പറഞ്ഞാൽ ഇത് എല്ലാവർക്കും 100% ഫ്രീ കൊടുക്കാൻ പറ്റുമോ? അത് സംഭവ്യമല്ലല്ലോ. ഞാനും ഒരു മീഡിയക്കാരനാണ്. പക്ഷേ 100% ഫ്രീ കൊടുക്കാൻ ഗവൺമെന്റ് പറ്റില്ല. കൊടുക്കാവുന്നത് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ 90 ദിവസം കഴിയുമ്പോൾ നോക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനോട് സഹകരിക്കുകയല്ലേ ചെയ്യണ്ടേ? ഇതാണ് യാത്രക്കാർ പറയുന്നത്. ശക്തമായ സമരം BJP പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷേ യാത്രക്കാർ തന്നെ അത് ചോദ്യം ചെയ്യുന്നതാണ് കണ്ടത്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഓർഡിനറി ബസ്സിൽ സൗജന്യമില്ലേ? അതിൽ പോയാൽ പോലെ എന്തിനാണ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി ഈ യാത്രക്കൂരെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഡിപ്പോയുണ്ട്, അവിടെ ഇതിന്റെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, അടക്കമുള്ള ആളുകളുണ്ട്. അവരോടല്ലേ സമരം അറിയിക്കേണ്ടത്? പ്രവർത്തകരെ തടഞ്ഞിട്ട്